ഹായ് ഓൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന AI ടൂൾസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ ഫീൽഡിൽ ബിഗിനറാണ്. അപ്പം ഞാൻ എന്തായാലും പുതിയ പുതിയ AI ടൂൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ തന്നെ ഒരു സീരീസ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഐഡിയയുടെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ നിൽക്കുന്നത് V0 ബൈ വേഴ്സൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലാണ്. AI ടൂളാണ്. ഞാൻ ഇതിലൊരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച്. സെയിം വേ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് V0 എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫ്രീ. ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും ഫ്രീ ടയറിന്. ആഫ്റ്റർ ദാറ്റ് ഇഫ് യു വാണ്ട് ദെൻ യു ക്യാൻ ഓൾവേസ് അപ്ഗ്രേഡ് ദ പ്ലാൻ. സോ നമുക്ക് നമ്മുടെ പ്ലാനിലോട്ട് പോകാം, നമ്മുടെ വീഡിയോയിലോട്ട്. അതായത് ഒരു ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനത് ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പം ഞാൻ V0യുടെ പ്ലാറ്റ്ഫോമിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് അവർ ഇൻ്റർഫേസ്. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പ്രൊജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഐ എം നോട്ട് ഷുവർ ഇഫ് യു ഫ്രീ പ്ലാനിൽ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ പീപ്പിൾ വെച്ചിട്ട് സെയിം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാം എന്നൊക്കെ തോന്നുന്നു. പക്ഷേങ്കിൽ നമുക്കിപ്പം ഫ്രീ ട്രയൽസ് ആയതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടീഷർട്ട് കമ്പനിക്ക് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിലാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ സെയിങ് ഞാനിവിടെ നോഷൻ സ്റ്റൈൽ എന്ന് തന്നെ പറയാൻ കാരണം എനിക്ക് ഈ നോഷൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ക്ലീൻ വൈബ് മിനിമലിസ്റ്റിക് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നോഷൻ സ്റ്റൈലായിട്ട്. ഇപ്പം നിങ്ങൾക്കതല്ല വേണ്ടത്, നിങ്ങൾക്ക് കുറച്ച് ബംബിയായി എന്ന് വെച്ചാൽ കുറച്ച് നല്ലപോലെ ഇമേജസ് വന്നു, കുറേ കളറൊക്കെ ഉള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അതങ്ങനെ പറയുകയാണ്. ഫോർ എ ഞാനിപ്പോൾ ഇത്രയാണ് എൻ്റർ ചെയ്തത്. പ്ലീസ് ബിൽഡ് എ നോഷൻ സ്റ്റൈൽ ലാൻഡിംഗ് പേജ് ഫോർ മോഡേൺ ടീഷർട്ട് പ്രിൻറ്റിംഗ് കമ്പനി ഫീച്ചറിങ് എ ക്ലീൻ ആൻഡ് മിനിമലിസ്റ്റിക് ഡിസൈൻ. എന്നിട്ട് ഞാനത് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ AI ടൂൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുകയാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ വേണം ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട, എൻ്റെ ആക്ഷൻ പ്ലാൻ അതെല്ലാം തിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ അവർ പണി തുടങ്ങി. ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നത് കാണാം. ആൻഡ് ബൈ ഡിഫോൾട്ട് അവർ ഉപയോഗിക്കുന്നത് TSK ആണ്, ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോർമാറ്റാണ് വേണ്ടത്, ഫോർ എക്സാമ്പിൾ HTML CSS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൾറെഡി പ്രോംപ്റ്റിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് വെബ്സൈറ്റ് ഓൾറെഡി ക്രിയേറ്റ് ആയി കിട്ടി. അവർ തന്നെ ഒരു പേരിട്ടിട്ടുണ്ട്, പ്രിൻറ്റിഫൈ. ഇഫ് യു വാണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഹെഡർ സെക്ഷൻ ഫീച്ചേഴ്സ്, ഹൗ ഇറ്റ് വർക്ക്സ്, ഗാലറി, കോൺടാക്ട്, സ്റ്റാർട്ട് ഡിസൈനിങ്, ഇതെല്ലാം ബട്ടൺസ് ആയിട്ടാണ്. ഇപ്പം ഈ ഒരു ബട്ടണൊക്കെ കണ്ടോ, കറക്റ്റായിട്ട് തന്നെ ആ ഒരു പ്രിവ്യൂവിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഇഫ് യു വാണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ലോഗൻ ഓർ ഈ ഒരു ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഇടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പ്രോംപ്റ്റായിട്ട് കൊടുത്താൽ മതി. അത് തന്നെ മാറ്റി തന്നോളൂ. പിന്നെ എനിക്ക് ഈ ലാൻഡിംഗ് പേജ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോഷൻ സ്റ്റൈൽ ഡിസൈനിൽ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് അൺലിമിറ്റഡ് കസ്റ്റമൈസേഷൻ, പ്രീമിയം കോൾ ഡിഫറൻസ്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്കിപ്പം കിട്ടിയ ലാൻഡിംഗ് പേജിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഓൾട്രേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടെസ്റ്റിമോണിയൽ സെക്ഷൻ വേണമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മുടെ ക്ലയൻസിൻ്റെ ഒക്കെ റിവ്യൂവും കൂടെ എനിക്ക് എൻ്റെ ലാൻഡിംഗ് പേജിൽ കാണിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യനായിട്ട് ഇവിടെ അത് ടൈപ്പ് ചെയ്ത് അയച്ച് കൊടുത്താൽ മതി. ഞാനിപ്പം പറയാൻ പോവാണ്, ആഡ് എ ടെസ്റ്റിമോണിയൽ സെക്ഷൻ
സെഗ്നൊക്കെ കറക്റ്റായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിത്ത് ഓവർ ആനിമേഷൻ. So when I over it Mansi animes. ഓക്കെ, ഞാനിപ്പം ഒരു ടെസ്റ്റിമോണിയൽ സെക്ഷൻ വേണോ, അതിനകത്തൊരു ആനിമേഷൻ കൂടെ വേണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിസിറ വീണ്ടും അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നു, ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കോഡ് ജനറേറ്റർ ആണ്. അപ്പം ഇപ്പം ഇത് രണ്ടാമത്തെ വെർഷനാണ്. നമ്മുടെ ഫസ്റ്റ് വെർഷൻ എന്ന് പറയുമ്പം ടെസ്റ്റിമോണിയൽ സെക്ഷൻ ഇല്ലാത്തതാണ്. ഇപ്പം എനിക്കത് വേണ്ട, വീണ്ടും പഴയ വെർഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെർഷൻ 1ൻ്റെ കോഡ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വി ജസ്റ്റ് നീഡ് ടു ക്ലിക്ക് ഓൺ ഇറ്റ്. ഇപ്പോൾ വെർഷൻ 2, അതായത് ടെസ്റ്റിമോണിയലും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ലാൻഡിംഗ് പേജിൻ്റെ പണി കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴോട്ട് വന്നാൽ കണ്ടോ, ടെസ്റ്റിമോണിയൽ സെക്ഷൻ വന്നു, വാട്ട് അവർ കസ്റ്റമേഴ്സ് സേ. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ മൗസ് ഇതിൽ ഓരോന്നിൽ വെക്കുമ്പോഴും ഇത് നൈസായിട്ട് ആനിമേറ്റ് ആവുന്നത് കണ്ടോ. ഞാനത് ഓൾറെഡി അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രോംപ്റ്റിൽ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പം എനിക്കിവിടെ എൻ്റെ ഹെഡർ സെക്ഷൻ, അതായത് ബോഡി സെക്ഷനിൽ വലിയൊരു ഇമേജ് ടീഷർട്ട് പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാം വരണം, നല്ലൊരു കിടിലൻ ടീഷർട്ടിൻ്റെ ഫോട്ടോ വരണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനിവിടെ ഇപ്പോൾ ആ ഇമേജ് കൂടെ എനിക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബോഡി സെക്ഷനിൽ വരണമെന്ന് പറഞ്ഞാൽ മതി. AI അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇമേജ് ഇവിടെ ബോഡി സെക്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു കസ്റ്റം പേജ് കൂടെ ആഡ് ചെയ്യണം, സേ ഫോർ എക്സാമ്പിൾ കരിയേഴ്സ് ഓർ കോണ്ടാക്റ്റേഴ്സ് ഓ വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് വേണ്ട കസ്റ്റം പേജ് എന്താണോ അത് പറഞ്ഞാൽ മതി. പ്ലീസ് ആഡ് വൺ മോർ പേജ്, കോണ്ടാക്റ്റേഴ്സ് ആൻഡ് ഇൻക്ലൂഡ് ദീസ് ഡീറ്റെയിൽസ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് തന്നെ ഡിഫൈൻ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇതെല്ലാം കറക്റ്റായിട്ട് അത് ഈ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഡെവലപ്മെൻറ്റ് കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്, ഒരു അറിവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കോഡ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ കോപ്പി ചെയ്ത് അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പബ്ലിഷ് ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ഡൊമൈൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ഇപ്പം കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് ഇതെല്ലാം ഒന്നും യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോഡ് നൈസായിട്ട് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. എന്നിട്ട് എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത് അവിടെ അത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ ഡിഫോൾട്ട് ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് HTML CSS വേണമെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ഇപ്പോൾ ഓൾറെഡി തന്നെ പ്രോംപ്റ്റിനകത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ മാറ്റി തരും. ഞാനിപ്പോൾ അങ്ങനെ ഓൾറെഡി HTML കുറേ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. V0 എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റിങ്സ് ഒക്കെ നടത്തുന്ന ലൈവായിട്ട് നടത്തുന്ന വീഡിയോസൊക്കെ. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ AI ടൂൾസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പം സീ യു സൂൺ.